ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് സ്പേസ്. ഇന്ന് പുലർച്ചെയും രാവിലെയൊക്കെ നടന്ന മാച്ചസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മാച്ച് പറയുകയാണെങ്കിൽ ഫ്രാൻസ് വേഴ്സസ് നോർവേ, വൺ ഓഫ് ദ മോസ്റ്റ് ഹൈപ്ഡ് മാച്ചസ് ഇൻ ദ ടൂർണമെന്റ് സോ ഫാർ. ഈ ഹൈപ്പിന്റെ ഒക്കെ കാരണം നമുക്കറിയാം, അത് ഹാലൻഡ് വേഴ്സസ് എംബാപ്പെ നടന്നൊരു ഫാക്ടർ കൊണ്ടാണ്. പക്ഷേ ഇങ്ങനെ ഒരു മാച്ച് കഴിച്ചാൽ നമ്മുടെ മുമ്പിലേക്ക് നോർവേന്റെ കോച്ച് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു ലൈനപ്പ് ആയിട്ടാണ് വന്നത്. അപ്പം കഴിഞ്ഞ കളിയൊക്കെ കളിച്ചതിൽ ഓർസൻസ് മാത്രമാണ് ഈ സ്ക്വാഡിൽ ഫസ്റ്റ് ലൈനിൽ ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാ പ്ലേയേഴ്സിനെയും 10 പ്ലേയേഴ്സിനെയും നോർവേ കോച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നോർവേ കോച്ചിനെ ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. കാരണം 2 കളികളിൽ 6 പോയിന്റുമായിട്ട് നോർവേ ഓൾറെഡി ക്വാളിഫൈ ആയതാണ്. അപ്പോൾ അതുകൊണ്ട് ലോങ് ടൂർണമെന്റ് ആണ്, പ്ലേയേഴ്സിന് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കളിയെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രാൻസ് തുടക്കം തൊട്ടേ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. എംബാപ്പെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് അത് ക്രോസ് ബാർ തട്ടി പോകുന്നുണ്ട്. അത് എടുക്കുന്നത് 22ാം സെക്കൻഡിലാണ്. പിന്നീട് അങ്ങോട്ട് കാണുന്നതാണ് ഫ്രാൻസ് കംപ്ലീറ്റ്ലി അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതാണ്. പിന്നെ അങ്ങോട്ട് ഡെംബലിന്റെ ഷോ ആണ് നമുക്ക് കാണാൻ പറ്റിയത്. ഡെംബലെ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് 7ാമത്തെ മിനിറ്റിലാണ്. എംബാപ്പിന്റെ ഒരു കിടിലൻ പാസിൽ നിന്ന് ഒരു കിടിലൻ ഷോട്ടിലൂടെയാണ് ഡെംബലെ ഗോൾ അടിക്കുന്നത്. ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടി 3 പ്ലേയേഴ്സ് ഡെംബലിന്റെ മുമ്പിൽ ഉണ്ടായിട്ട് പോലും ഡെംബലെ ഒരു കിടിലൻ ഫിനിഷോടെയാണ് ഫസ്റ്റ് ഗോൾ നേടുന്നത്. ഡെംബലെ ബ്രേസ് സ്കോർ ചെയ്യുന്നത് 20ാമത്തെ മിനിറ്റിലാണ്. എംബാപ്പെ നൽകിയ ഒരു പാസ് നിന്ന് ഒരു കിടിലൻ ഔട്ട് ഓഫ് ദ ബോക്സ് എഫേർട്ട് എന്നാണ് ഡെംബലെ ഗോൾ സ്കോർ ചെയ്യുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞ് നോർവേ നല്ല രീതിയിൽ തന്നെ റെസ്പോണ്ട് ആണ്. ആ ടച്ചിൽ നിന്ന് കിട്ടിയ ബോൾ കൊണ്ടുപോയിട്ട് ആസ്ഗാർഡ് നോർവേക്ക് വേണ്ടിയിട്ട് ഗോൾ സ്കോർ ചെയ്യാണ്. അങ്ങനെ 2-1 എന്ന സ്കോർ ലൈനിലേക്ക് കളി മാറുകയാണ്. പക്ഷേ 32ാം മിനിറ്റ് തന്നെ ഡെംബലെ ഹാട്രിക് കംപ്ലീറ്റ് ചെയ്യാണ്. ഒരു കിടിലൻ കേളറിലൂടെയാണ് ഡെംബലെ ആ ഗോൾ സ്കോർ ചെയ്യുന്നത്. ഫസ്റ്റ് ഹാഫ് 3-1 എന്ന സ്കോർ ലൈനിലാണ് കഴിയുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ നോർവേക്ക് ഒരു പെനാൽറ്റി കിട്ടുന്നുണ്ട്. പക്ഷേ സ്റ്റാൻ ലാർസിന്റെ അടുത്ത ഷോട്ട് മെയിൻ സേവ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് 2 ടീം നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ഗോളുകളൊന്നും വരുന്നില്ല. ലാസ്റ്റ് ഗോൾ വരുന്നത് ഇഞ്ചുറി ടൈമിൽ ബാർക്കോളന്റെ ക്രോസിൽ ഡുവെ തല വെച്ചുകൊണ്ട് ഗോൾ സ്കോർ ചെയ്ത് 4-1 എന്ന സ്കോർ ലൈനിൽ ഫ്രാൻസ് അങ്ങനെ കളി ജയിക്കുകയാണ്. അപ്പം ഫ്രാൻസും ക്വാളിഫൈ ആകുന്നുണ്ട്. അതേപോലെ തന്നെ നോർവേയും ഈ ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ആകുന്നുണ്ട്. അതേപോലെ വേറൊരു മാച്ചിൽ സെനഗൽ 5-0 എന്ന സ്കോർ ലൈനിൽ ഇറാഖിനെ പൊട്ടിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ 1-0 സ്കോർ ലൈൻ എങ്കിൽ ഒരു റെഡ് കാർഡും ഇറാഖിന് ഫസ്റ്റ് ഹാഫിൽ കിട്ടുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ 4 ഗോൾ അടിച്ചുകൊണ്ട് 5-0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിൽ സെനഗൽ ജയിക്കുകയാണ്. ഈ 3 പേരും ഗ്രൂപ്പിൽ നിന്ന് ക്വാളിഫൈ ആയിട്ടുണ്ട്. ഫ്രാൻസിന്റെ കളി സ്വീഡനോടാണ്. അതേപോലെ തന്നെ നോർവേന്റെ കളി വരുന്നത് ഐവറി കോസ്റ്റുമായിട്ടാണ്. പിന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് മാച്ച് നടന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് എച്ച് ആണ്. സൗദി അറേബ്യ വേഴ്സസ് കാപ്പ് വെർദെ, അതേപോലെ തന്നെ സ്പെയിൻ വേഴ്സസ് ഉറുഗ്വേ. അപ്പോൾ സ്പെയിൻ വേഴ്സസ് ഉറുഗ്വേ മാച്ചിൽ 1-0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിൽ സ്പെയിൻ ജയിക്കുകയാണ്. ആ മാച്ചിൽ അലക്സ് ബെയ്നെയാണ് സ്പെയിനിന് വേണ്ടി വിന്നിംഗ് ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മാച്ചോട് കൂടി ഉറുഗ്വേക്ക് 2 പോയിന്റ് മാത്രമാണ് ഉള്ളത്. അങ്ങനെ ഉറുഗ്വേ വേൾഡ് കപ്പിൽ നിന്ന് ഔട്ട് ആയിരിക്കുകയാണ്. അതേപോലെ സെയിം ടൈമിൽ കാപ്പ് വെർദെ സൗദി അറേബ്യ മത്സരത്തിൽ 0-0 എന്ന് പറഞ്ഞ സ്കോർ ലൈനിൽ ഡ്രോ ആവുകയാണ്. അതോടുകൂടി തന്നെ കാപ്പ് വെർദെ ക്വാളിഫൈ ആയിരിക്കുകയാണ്. 3 കളികളിൽ 3 ഡ്രോ ആയിട്ട് 3 പോയിന്റോടുകൂടി കാപ്പ് വെർദെ അങ്ങനെ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗ്രൂപ്പ് എച്ചിൽ സൗദി അറേബ്യ ഉറുഗ്വേയും എലിമിനേറ്റ് ആയിരിക്കുകയാണ്. കാപ്പ് വെർദെന്റെ എതിരാളിയായിട്ട് റൗണ്ട് ഓഫ് 30 വരുന്ന അർജന്റീനയാണ്. സ്പെയിന്റെ ഓപ്പണൻസ് ആരാണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. വരുന്ന മാച്ചസ് ആണ് തീരുമാനിക്കുക. ഗ്രൂപ്പ് ജി നടന്ന മാച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ബെൽജിയം 5-1 എന്ന സ്കോർ ലൈനിലാണ് ന്യൂസിലൻഡിനെ തോൽപ്പിക്കുന്നത്. അങ്ങനെ റൗണ്ട് ഓഫ് 32 ക്വാളിഫൈ ആകാൻ ബെൽജിയത്തിന് പറ്റുന്നുണ്ട്. അതേപോലെ ഇറാനും ഈജിപ്തും നടന്ന മാച്ചിൽ 1-1 എന്ന സ്കോർ ലൈനിൽ ഡ്രോ ആവുകയാണ്. ഇതോടുകൂടി ഈജിപ്തും ഗ്രൂപ്പ് ജിയിൽ നിന്ന് ക്വാളിഫൈ ആയിരിക്കുകയാണ് റൗണ്ട് ഓഫ് 32ലേക്ക്. അപ്പോൾ റൗണ്ട് ഓഫ് 32 കളിക്കുന്ന 32 ടീമുകൾ 22 ടീമും കൺഫേം ആയിരിക്കുകയാണ്. ഇനി 10 ടീമും കൂടി മാത്രം കൺഫേം ആയാൽ മതി. ഇനി വരുന്ന മാച്ചസിലാണ് അത് തീരുമാനിക്കുക. അപ്പം ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല വീക്കെൻഡ് ആണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ നാളെ പുലർച്ചെ റൊണാൾഡോ കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെസ്സിയും കളിക്കുന്നുണ്ട്. അപ്പം ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ സൺഡേ ഫ്രീ ആയിട്ടിരിക്കും. അപ്പം സമയത്ത് കളി കാണാം, എൻജോയ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ മാച്ചസ് ഒക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസും തോട്ട്സും കമന്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.